എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ പല്ലാവൂരായിട്ടുള്ളത്. സമയം വൈകിട്ട് 4:30. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ പാലക്കാട് ജില്ലയിലെ നമ്മുടെ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോട്ടാട്ടോ. പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ ഒരു വഴിയാണ്, നമുക്കൊരു 500 മീറ്ററിനടുത്ത് നടക്കാനുണ്ട്. ഇതുണ്ടല്ലോ, ഈ ഒരു വഴിയുടെ അരികിലായിട്ടൊരു കുഞ്ഞരുവി പോലെ കൊഴുകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാം, നമുക്ക് ആ ഒരു അറ്റം വരെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും, അതായത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുള്ള. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഒരു 500 മീറ്റർ നടക്കാനുണ്ട്, പോയി നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ഭാഗത്തായിട്ടൊരു കുഞ്ഞ് തോട് ഒഴുകുന്ന കാണാം നമുക്ക്. അതിന് പുറകിലായിട്ട് ആ കാണുന്നൊരു സ്കൂളാട്ടോ. അതുപോലെ ഇങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി, പൊളിയാട്ടോ. പാടാണ് മുഴുവൻ, ഒരു മയിലൊക്കെ പോകുന്നതില്ലേ, അടിപൊളി കേട്ടോ കാണാൻ. ഒരുപാട് കാണാട്ടോ, ഒരുപാട് ദൂരത്തോട്ട് നമുക്ക് പാടം ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം. നല്ല അടിപൊളി വഴിയാട്ടോ. ഒരു കുഞ്ഞു വഴി, രണ്ട് സൈഡിലായിട്ട്. ഒരു സൈഡിൽ നമുക്ക് പാടം, അതുപോലെ ഇപ്പുറത്തെ സൈഡ് തോടൊക്കെ ആയിട്ട് അടിപൊളി വഴിയാണ്. ഇതുണ്ടല്ലേ, തോട് ഒഴുകുന്ന അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പശുവായിട്ടൊരു ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാനൊരു കുഞ്ഞ് ജംഗ്ഷനിലെത്തിയിട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു റോഡ് കാണാം, ചെറിയൊരു റോഡ്. അതുപോലെ ഇങ്ങോട്ടും കാണാം കേട്ടോ. ഇതിലാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകേണ്ടത്. അവിടെ ഒരു ബോർഡൊക്കെ കാണാം നമുക്ക്. അതുപോലെ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കൊഴുക്ക് നന്നായിട്ട് കൂടിയൊക്കെ കാണാം കേട്ടോ. നല്ല സൗണ്ടൊക്കെ കേട്ടോ. ഇവിടുന്ന് ഇവിടെ കാണാം നമുക്ക് ബോർഡ്, വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം, അണിക്കുരുത്തി, പല്ലാവൂരിന്ന്. ഇവിടെ ദർശന സമയം വരുന്നത് രാവിലെ 6 മുതൽ 8 മണി വരെ, വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതിലാണ് ഇങ്ങനെ കയറി പോകേണ്ടത്. ഇതിലെങ്ങോട്ടും കാണാം കേട്ടോ വേറൊരു വഴി. ഇത് കണ്ടില്ലേ, ഈ വഴി നല്ല തണുപ്പാട്ടോ, നല്ല അടിപൊളിയ വഴിയാണ്. ഇവിടെ നമുക്ക് ഈ പാറ കാണാം കേട്ടോ. ഒരു പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പാറ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. അതുപോലെ ഈ ഒരു വീട് കണ്ടില്ലേ, ഒരു വീട് നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ നോക്കി അടിപൊളി. വേലി കൊണ്ട് കെട്ടിയ നമ്മുടെ അതിരൊക്കെ പൊളിയാണ് കാണാൻ. അതുപോലെ ഇപ്പോഴും ഒരുപാട് പേര് വരുന്നത് കാണാം കേട്ടോ. ഈ സൈഡിലായിട്ട് തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ വഴിയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു പാറ കേട്ടോ. ഇതാണില്ല, ആക്ച്വലി വഴിയൊക്കെ കിടക്കുന്നത് ആ ഒരു ഭാഗത്ത് കൂടിയാണ്. അവിടെ ഒരു കാറ് കിടക്കുന്നത് കാണാം കേട്ടോ. അതിലാണ് വഴി കിടക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ പൊളിച്ചിട്ടേക്കാണെന്ന് പറയുന്നത്. ഇവിടെ ഒരു ബിൽഡിങ്ങൊക്കെ കയറുന്നുണ്ട് കേട്ടോ, പാറയുടെ മുകളിലായിട്ട്. ഇതിലെങ്ങനെ കറങ്ങി വേണം നമുക്കിപ്പോൾ കയറാൻ. എന്തെങ്കിലും കയറി നോക്കാം. നല്ല വെയിലാട്ടോ. സമയം ഏകദേശം 4:30, 4:45 ആവുന്നുള്ളൂ. നല്ല വെയിലാണ്. പോയി നോക്കാം നമുക്ക്. ഇതിൻ്റെ മേളിൽ നിന്ന് സൺസെറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും കയറി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം ഈ പാറയുടെ ഒരു ടോപ്പിലെത്തിട്ടോ. ഇതുണ്ടല്ലോ, ഒരു ബിൽഡിങ്ങൊക്കെ കയറുന്നുണ്ട്. ഇവിടെ കുറേ പൈപ്പുകളൊക്കെ കാണാം കേട്ടോ. കുടിവെള്ളമായിട്ടുള്ള എന്തോ പദ്ധതിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഒരുപാട് പൈപ്പുകൾ കാണാം കേട്ടോ നമുക്ക്. അതുപോലെ അങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെ നോക്കി അടിപൊളി കേട്ടോ കാണാൻ. നമ്മൾ വന്ന റോഡൊക്കെ അതായിരുന്നു. അതിനപ്പുറത്തൊക്കെ ആയിട്ട് പാടം കാണാം, തെങ്ങുകളും അടിപൊളി. സൺസെറ്റൊക്കെ ആകുമ്പോഴേക്കും ക്ലൈമറ്റൊക്കെ മൊത്തം മാറി നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ ഒരു വഴിയാണ് നമുക്കിനി ഇങ്ങനെ കയറി ഇങ്ങനെ പോകേണ്ടത് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതുകൊണ്ടേ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. ഇതുണ്ടല്ലേ, ഏതൊക്കെയോ ഒരു കാട്ടിൽ കൂടെയാണ് കയറി പോകുന്നത്. ഇതിലെങ്ങനെ വേണം നമുക്ക് പോകാൻ, വേറെ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് മുഴുവനും പാറയാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശം കേട്ടോ. ഇതുണ്ടല്ലേ, ആ ഭാഗത്ത് പാറയാണ്. നമ്മൾ കയറി വന്ന ആ സൈഡിലൊക്കെ പാറയുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും കയറി വരുന്നത് കാണാം. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിന് അടിപൊളിയൊരു വ്യൂ കാണാം കേട്ടോ. ആ ഭാഗത്തായിട്ട് ക്ഷേത്രം കാണാം. അപ്പുറത്തൊരു വഴി കേട്ടോ ആക്ച്വലി കയറി വരേണ്ടതൊക്കെ. ആ വഴി ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ പാറയുടെ ഏകദേശം ടോപ്പിൽ തന്നെ എത്തിയിട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ വന്ന റോഡൊക്കെ താഴ്ഭാഗത്തായിട്ട്
അവിടെ കാണാം നമുക്ക്. ഈ ഒരു സൈഡിലേക്ക് നോക്കി എന്ത് ഭംഗിയാണ്, മുഴുവൻ പാടാട്ടോ. നമുക്കിങ്ങനെ കാണാൻ നിരന്നിങ്ങനെ കിടക്കുന്നത് കാണാം. അവിടെ അങ്ങനെ കാണാം കേട്ടോ പാടം, അടിപൊളി. ആ ഒരു സൈഡിൽ നിന്നൊക്കെയായിരുന്നു നമ്മൾ വന്നത്, അങ്ങനെ കയറി അതിലായിരുന്നു കേട്ടോ വന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മുടെ ഈ വാണിയമ്പലം പാറയിലൊക്കെ പോയൊരവസ്ഥ കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതുപോലെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് 2 പാറ കാണാം കേട്ടോ. അതിനപ്പുറത്തൊക്കെ കാണുന്ന ഫോറസ്റ്റാണ്. അതുപോലെ ഇതാ അങ്ങോട്ട് നമുക്ക് നെല്ലിയാമ്പതി മലനിരകളുടെ നല്ല അടിപൊളി വ്യൂ കേട്ടോ. അത്ര ക്ലിയർ കാണത്തില്ല, കുറച്ച് ഫോഗൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കാണ്. ഈ കാണുന്നത് ഒരു വാട്ടർ ടാങ്ക് കേട്ടോ, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുള്ളൂ. നമ്മുടെ പോത്തുണ്ടി ഡാമിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടത്. പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ട്, ആക്ച്വലി റോഡൊക്കെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിൽ കൂടെ ആയിരുന്നു, മൊത്തം പൊളിച്ച് തയ്യൊരു സൈഡിൽ ഇതിലെങ്ങനെയായിരുന്നു വന്നത് കേട്ടോ. സൺസെറ്റൊക്കെ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. ആ ഭാഗത്തായിട്ട് നമുക്ക് ക്ഷേത്രം കാണാം. അതുപോലെ ഒരുപാട് ഫോട്ടോസിലും അതുപോലെ റീലിലൊക്കെ കാണുന്ന ആ മരാട്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ സമയത്തും. ഒരുപാട് കയറി വരുന്നതൊക്കെ കാണാം നമുക്ക്. ആ ഭാഗത്തുനിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ നല്ല നമുക്ക് 360 വ്യൂ ആട്ടോ കിട്ടുന്നത്, പൊളിയാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഹനുമാൻ്റെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഭാഗത്തായിട്ട് ഇതാ അവിടെയായിട്ട് കാണാം നമുക്ക് ഹനുമാൻ്റെ കാൽപാദം എന്ന് പറഞ്ഞിട്ട് എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. അതും കൂടെ ഒന്ന് പോയി കാണാം. അപ്പോഴേക്കും സൺസെറ്റൊക്കെ ഏകദേശം റെഡിയായി വരും കേട്ടോ. ഇതുണ്ടല്ലേ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ താഴ്ന്ന് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഹനുമാൻ്റെ കാൽപാദം പതിഞ്ഞ ഏകദേശം ഒരു സ്ഥലത്തെത്തിട്ടോ. ഏകദേശം അല്ല, എക്സാക്റ്റ് ആ സ്ഥലത്തെത്തി. കാണുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് കാണാം കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ വരച്ചേക്കുന്നത് കാണാം. അതിൽ താഴെതാ ഇവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് കാണാം കേട്ടോ. ഈ ഒരു ഭാഗമാണ് ഹനുമാൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. കാൽപാദത്തിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണാം നമുക്ക്. ഇതിനുള്ളിലൊക്കെ മഴവെള്ളം കെട്ടിക്കിടന്ന് പായലൊക്കെ പിടിച്ചേക്കുന്നത് കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് കാണാം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെ നോക്കി. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഭാഗത്തോടെത്തി. അവിടെ കാണാം നമുക്ക് ക്ഷേത്രം. അതുപോലെ ഈ ഒരു മരത്തിൻ്റെ ഒരു വ്യൂ നോക്കി. ഒരുപാട് പേര് ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അവിടെ പാട്ടൊക്കെ വെച്ചേക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കുറച്ച് താഴ്ഭാഗത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് ആ സൈഡിലായിട്ട് ക്ഷേത്രം കാണാം. എങ്ങോട്ട് തിരിച്ചാലും നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷേ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് അധികം പോകാൻ വയ്യ കേട്ടോ. കോപ്പിറൈറ്റ് വരും. എന്തായാലും നമുക്ക് സൺസെറ്റ് ആവുന്നത് വരെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. സ്കൈയുടെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് സൺസെറ്റും കണ്ടിട്ട് മടങ്ങാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ പൊള്ളി വ്യൂ ആണ്. അങ്ങോട്ടൊക്കെ നമുക്ക് ഒരുപാട് കൃഷിയും ഈ സൈഡിൽ പാടവും അടിപൊളിയായിട്ടോ കാണാൻ. അതുപോലെ ഈ സ്ഥലം നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ.
നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഹൃദയം, അതുപോലെ കുഞ്ഞിരാമായണത്തിൻ്റെയൊക്കെ കല്യാണം ലാസ്റ്റ് സീനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഓർമ്മ വരുന്നത് അതൊന്നുമല്ല, നമ്മുടെ ദീപസ്തംഭം മഹാശ്ശേരി എന്ന് പറഞ്ഞ സിനിമയിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും ദിലീപുമായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റൽ സീനൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്തുനിന്ന് കേട്ടോ. എനിക്കതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. എപ്പോഴും അതൊക്കെ കാണുന്നുണ്ടായിരിക്കണം. ഇതാ ഭാഗത്തൊക്കെ ആയിട്ട് നെൽകൃഷിയൊക്കെ കാണാം കേട്ടോ. ഇതിലിങ്ങനെ റോഡ് പോകുന്നത് കാണാം. ഇതിലിങ്ങനെ റോഡ് പോകുന്നത് കാണാം. സൺസെറ്റൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ സമയം ഏകദേശം 5:45 കേട്ടോ. എന്താ സൺസെറ്റൊക്കെ ആ ഭാഗത്ത് ഇങ്ങനെ സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. കളർ കണ്ടില്ലേ, മൊത്തത്തിലൊരു ഗോൾഡൻ കളറായി ആ ഭാഗമൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇനി ആ ഒരു ഭാഗത്തോട്ട് പോകാം കേട്ടോ. ഇത്രയും നേരം നമ്മൾ നിന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിരുന്നു. നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു വഴിയായിരുന്നു കേട്ടോ. ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ വഴി വരുന്നത് ഇതിലെങ്ങനെ വന്നിട്ട് ഈ ഒരു വഴിയാട്ടോ കയറി വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ശരിക്കുള്ള വഴി. ഇതിലാണ് ഇങ്ങനെ കയറി പോകുന്നത്. ആൾക്കാരൊക്കെ പോകുന്നത് കാണാം കേട്ടോ. ഈ വഴി വരുന്നവർക്കൊക്കെ ഇതിലെങ്ങനെ കയറി പോവാം. നമ്മൾ ആ ഒരു സൈഡിൽ ബസ് ഇറങ്ങി വരുന്നതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇത് റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പം ഇതിലിങ്ങനെ കറങ്ങി വരാൻ പറ്റത്തില്ല, അവിടെ ബ്ലോക്കാണ്. അപ്പം നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് വേണം വരാൻ. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് അങ്ങനെ ഇറങ്ങി പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു പുറകു ഭാഗത്ത് എത്തിയിട്ടോ. നമുക്കിത് ആ സൈഡിലായിട്ട് സൺസെറ്റൊക്കെ കാണാം കേട്ടോ. ഏകദേശം കഴിയാറായി വരുന്നു. അതുപോലെ ഈ ഭാഗത്തോട്ടൊക്കെ ഇപ്പോൾ വേറൊരു വ്യൂ ആയിട്ടോ, അടിപൊളിയായി കാണാൻ. ഇതുണ്ടല്ലേ സ്കൈയുടെ കളറും, താഴെ പാടം, പച്ചപ്പ്, കൃഷി, അടിപൊളിയായിട്ട് കാണാൻ. നമ്മൾ വന്നതൊക്കെ ഈ ഒരു ഭാഗത്തൂടെ ആയിരുന്നു കയറി വന്നതൊക്കെ. ക്ഷേത്രമൊക്കെ ഇതവിടെ കാണാം. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ക്ഷേത്രം കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങാം. കുറച്ച് നേരം കൂടെ ഇവിടെ സൺസെറ്റൊക്കെ കണ്ടു നിന്നിട്ട്. അപ്പം സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടോ, 6:15 ആവാറായി. എന്താ സൺസെറ്റൊക്കെ ആ ഭാഗത്ത് ഇങ്ങനെ കംപ്ലീറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. മൊത്തത്തിലുണ്ടല്ലോ അടിപൊളിയായിട്ട് കാണാൻ. അപ്പം ഇത്രയും നേരം നമ്മളുണ്ടായിരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിരുന്നു. ആ ഭാഗത്തായിട്ട് ക്ഷേത്രമൊക്കെ കാണാം നമുക്ക്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള സൺസെറ്റൊക്കെ ആയിരുന്നു. അപ്പം പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.